ഇനി നടക്കാൻ പോകുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാം, അതുപോലെ തന്നെ 10th മെയിൻസ് എക്സാംസ്, ഇവയ്ക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന 10 ഡേ വൊക്കാബുലറി ചലഞ്ചുമായി ബന്ധപ്പെട്ട ഡേ 2-ലെ മോക്ക് ടെസ്റ്റ് ആണ് നമ്മൾ നടത്താൻ പോകുന്നത്. അപ്പോൾ ഇത് ആന്റണിംസുമായി ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റ് ആണ്. ആകെ 20 ചോദ്യങ്ങളാണുള്ളത്. ഈ 20 ചോദ്യങ്ങളിൽ 18 മാർക്ക് വാങ്ങിക്കുന്നവർ തീർച്ചയായിട്ടും വൊക്കാബുലറിയിൽ അവർ പ്രൊഫിഷ്യൻ്റ് ആണ്. ബാക്കിയുള്ളവർ ഉള്ള സമയം നല്ലതുപോലെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വേർഡ് ഏതാണ്? കൺവിക്ഷൻ ആണ്. കൺവിക്ഷൻ എന്ന് പറയുന്ന വാക്കിന്റെ ആന്റണി എന്താണ്? എന്തായിരിക്കും കൺവിക്ഷൻ എന്ന് പറയുന്ന വാക്കിന്റെ ആന്റണി? എവിക്ഷൻ ആണോ, പണിഷ്മെന്റ് ആണോ, ഡിസ്മിസൽ ആണോ, അക്വിറ്റൽ ആണോ? കൺവിക്ഷൻ, അതായത് കൺവിക്റ്റ് എന്ന ചേർത്ത് എന്താ? ശിക്ഷിക്കുക എന്നർത്ഥമില്ല. അപ്പം കുറ്റവിമുക്തനാക്കുക എന്നൊരർത്ഥമാണ് വരേണ്ടത്, അല്ലെങ്കിൽ കുറ്റവിമുക്തമാക്കൽ. ഇത് നൗൺ ഫോം ആണ് കൺവിക്ഷൻ. അപ്പൊ അതിന്റെ ആന്റണിയുമായിട്ട് എന്തായിരിക്കും വരിക? അക്വിറ്റലാണ്. ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. അടുത്ത് നോക്കുക, അഗ്രസീവ്. അഗ്രസീവ് എന്ന് പറയുമ്പോൾ അതിന്റെ ആന്റണി എന്തായിരിക്കും? അഗ്രസീവ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ക്രമോത്സുകമായ അർത്ഥമില്ല. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ഇവിടെ ഏതായിരിക്കും? ഇനാക്റ്റീവ് ആയിരിക്കുമോ, ഡൾ ആയിരിക്കുമോ, പീസ്ഫുൾ ആയിരിക്കുമോ, ഡോൾഫുൾ ആയിരിക്കും? ഏതായിരിക്കും? പീസ്ഫുൾ ആണ്. ഏതാണ്? പീസ്ഫുൾ. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഓട്ടോണമി. സ്വന്തമായിട്ടുള്ളത് എന്നർത്ഥമില്ല, സ്വന്തമായി നിൽക്കുന്നത്, സ്വന്തമായി ആശ്രയിച്ച് കഴിയുന്നത് എന്നർത്ഥമില്ല ഓട്ടോണമി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ആശ്രയിക്കുന്നത് എന്നിട്ട് വരണം. അപ്പൊ ഇതിനകത്ത് ഏതായിരിക്കും അങ്ങനെ തരിക? ഇന്റഗ്രേഷൻ ആണോ, മൊണോട്ടോണസ് ആണോ, ഡിപ്പെൻഡൻസ് ആണോ, ഇൻഡിപെൻഡന്റ് ആണോ? ഏതായിരിക്കും? സി എന്ന് പറയുന്ന ഓപ്ഷനാണ് ഡിപ്പെൻഡൻസ്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത് നോക്കുക, പേർച്ച്. കൊടുത്തിട്ടുണ്ട് പ്യൂരിഫൈ, ഡിമോളിഷ്, നെക്സസ്, റീഹാബിലിറ്റേറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. എന്തായിരിക്കും വാക്ക് ഇവിടെ? ഏതായിരിക്കും? റീഹാബിലിറ്റേറ്റ് ആണ് ഡി എന്ന് പറയുന്ന ഓപ്ഷൻ. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത് ഇറിഡൈറ്റ്. അതിന്റെ അർത്ഥം എന്തായിരിക്കും? ഇറിഡൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസമുള്ള, അറിവുള്ള, എഡ്യൂക്കേറ്റഡ് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ലേൺഡ് ആയിരിക്കുമോ, ക്വയറ്റ് ആയിരിക്കുമോ, അൺഎഡ്യൂക്കേറ്റഡ് ആയിരിക്കുമോ, പെർസ്വേഡ് ആയിരിക്കും? ഏതായിരിക്കും? സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇതാണ് കറക്റ്റ് ആൻസർ, അൺഎഡ്യൂക്കേറ്റഡ്. അടുത്ത് നോക്കുക, മുൻറ്റെയിൻ. മുൻറ്റെയിൻ എന്ന് പറയുമ്പോൾ അവിടെ ഏതായിരിക്കും ഓപ്പോസിറ്റ്? വേൾഡ്ലി ആണോ, നാച്ചുറൽ ആണോ, മോഡേൺ ആണോ, ഹെവൻലി ആണോ? ഏതായിരിക്കും? ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്, ഹെവൻലി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത് നോക്കുക, അഡൾട്രേഷൻ. നമുക്കറിയാം അഡൾട്രേഷൻ എന്താണ്? മായം ചേർക്കൽ, മാലിന്യം, മലിനമാക്കൽ എന്നൊക്കെ അർത്ഥമാണ് അഡൾട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഇൻഡീസെന്റ് ആണോ, അഡൽട്ട് ആണോ, ഇംപ്യൂരിറ്റി ആണോ, പ്യൂരിഫിക്കേഷൻ ആണോ? ഏതായിരിക്കും? പ്യൂരിഫിക്കേഷൻ ആണ്. ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. അടുത്ത പ്രിവിലേജ്. പ്രിവിലേജ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എന്തായിരിക്കും? പ്രത്യേക അവകാശം. അതാണ് പ്രിവിലേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഓണർ ആയിരിക്കുമോ, ഡിസ്റെസ്പെക്ട് ആണോ, സ്പെഷ്യൽ റൈറ്റ് ആണോ, ഹാർഡ്ഷിപ്പ് ആണോ? അതിന്റെ ഓപ്പോസിറ്റ്. ഇവിടെ തന്നിരിക്കുന്നതിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഏതാണ്? ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്, ഡിസ്റെസ്പെക്ട് ആണ് കറക്റ്റായി വരിക. നോക്കുക, മാലിഗ്നന്റ്. മാലിഗ്നന്റ് എന്ന് പറയുന്ന വാക്കിന്റെ ആന്റണി വിറുലന്റ് ആണോ, ബെനൈൻ ആണോ, പ്രൂൺ ആണോ, സ്വോളോ ആണ്? ഏതായിരിക്കും? ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്തൊക്കെ ഫോറിനർ. നമുക്ക് എല്ലാവർക്കും എഴുതാൻ പറ്റുന്നതാണ് ഫോറിനർ. വിദേശി.
സ്വദേശി എന്ന് വരണം. അതിനകത്ത് ഏതായിരിക്കും? ആ നേറ്റീവ് ആണ്. സി ആണ് കറക്റ്റ് വരിക. ഇനി അടുത്ത് നോക്കുക, പ്ലഗേഷ്യസ്. പ്ലഗേഷ്യസ് എന്ന് പറയുന്ന വാക്കിന്റെ ആന്റണി. ഇന്നസെന്റ് ആണോ, വാപ്പിഡ് ആണോ, ഇഗ്നറന്റ് ആണോ, ഫ്രിവലസ് ആണോ? ഏതായിരിക്കും? എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്തത് ബി ലിറ്റിൽ. ക്രിട്ടിസൈസ് ആണോ, ഫ്ലാറ്റർ ആണോ, എക്സാഗ്രേറ്റ് ആണോ, അഡോർ ആണോ? ഏതായിരിക്കും? ബി ലിറ്റ് എന്ന് വെച്ചാൽ കൊച്ചാക്കി കാണിക്കുക, ചെറുതാക്കി കാണുക എന്നാണ് ബി ലിറ്റ്. അപ്പൊ എന്തായിരിക്കും? വലുതാക്കി കാണുക. ഏതായിരിക്കും? ആ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്, എക്സാഗ്രേറ്റ്. അടുത്ത സ്റ്റാർട്ടിൽഡ്. സ്റ്റാർട്ടിൽഡിന്റെ ഓപ്പോസിറ്റ്. അമ്യൂസ്ഡ് ആണോ, റിലാക്സ്ഡ് ആണോ, എൻലെസ് ആണോ, അസ്റ്റോണിഷ്ഡ് ആണോ? സ്റ്റാർട്ടിൽ എന്ന് പറയുമ്പോൾ എന്താ? ഞെട്ടുക. സ്റ്റാർട്ടിൽഡ് കൊണ്ട് ഉദ്ദേശിക്കും. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? റിലാക്സ്ഡ് എന്നുള്ളത്. അടുത്തത് ബിസി. നമുക്കറിയാം ബിസി. ബിസിയുടെ തിരക്ക് പിടിച്ച നടത്തില്ല. അവിടെ ഏതാ നമുക്ക് പറയാം? ഓക്യുപ്പൈഡ് ആണോ, എൻഗോസ്ഡ് ആണോ, റിലാക്സ്ഡ് ആണോ, എൻഗേജ്ഡ് ആണോ? ഏതായിരിക്കും? റിലാക്സ്ഡ് ആണ്. അതാണ് റിലാക്സ്ഡ്. നോക്കുക, ഫ്രഷ്. ഫ്രഷ് എന്ന് പറയുന്ന വാക്കിന്റെ ആന്റണി. ഫോൾട്ടി ആണോ, സ്ലഗിഷ് ആണോ, ഡിസ്ഗ്രേസ്ഫുൾ ആണോ, സ്റ്റെയിൽ ആണോ? ഏതായിരിക്കും? സ്റ്റെയിൽ ആണ്. അടുത്ത് നോക്കുക, കൾപ്പബിൾ. കൾപ്പബിൾ എന്ന് പറയുന്ന വാക്കിന്റെ ആന്റണി. ഡിഫെൻഡബിൾ ആണോ, ബ്ലെയിംലെസ് ആണോ, കെയർലെസ് ആണോ, ഇറസ്പോൺസിബിൾ ആണോ? കൾപ്പബിൾ നമുക്കറിയാലോ എന്താ? ശിക്ഷാർഹമായിട്ടുള്ള അല്ലെങ്കിൽ പഴിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ പണിഷബിൾ എന്നൊക്കെയാണ് കൾപ്പബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എങ്ങനെയായിരിക്കും അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരിക? ബ്ലെയിംലെസ് ആണ്. ബ്ലെയിംലെസ്. അടുത്ത് ഇവേസീവ്. ഇവേസീവ് നമ്മൾ ഫ്രീ, ഓണസ്റ്റ്, ലിബറൽ, ഫ്രാങ്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവേസീവ് എന്ന് പറയുന്ന വാക്കിന്റെ ആന്റണി ഏതായിരിക്കും? ഓണസ്റ്റ് ആണ്. ഈ 18ാമത്തത് ഗ്രിഗേറിയസ്. അതിന്റെ ഓപ്പോസിറ്റ് ആന്റി സോഷ്യൽ, ഗ്ലോറിയസ്, ഹൊറൻഡസ്, സിമിലർ. ഏതായിരിക്കും ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരിക? ആന്റി സോഷ്യൽ ആണ്. അതാണ് ആന്റി സോഷ്യൽ. അടുത്ത ചോദ്യം നോക്കുക, അവെയർ. അൺസർട്ടൻ, ഇഗ്നറന്റ്, ഷുവർ, ഡൗട്ട്ഫുൾ. ഏതായിരിക്കും? അവെയർ. അവെയർ എന്ന് വെച്ചാൽ അറിവുള്ളതാണ്, ജാഗ്രതയോടെ അറിവുള്ളത് എന്നൊക്കെ അർത്ഥത്തിൽ അവെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നു. അറിവില്ലായ്മ എന്ന് പറഞ്ഞെങ്കിൽ ഏതായിരിക്കും? ഇഗ്നറന്റ് ആണ്. ഇതാണ് കറക്റ്റ്. അടുത്തൊക്കെ ഹിർസ്യൂട്ട്. ഹിർസ്യൂട്ട് എന്ന് പറയുന്ന വാക്കിന്റെ ഓപ്പോസിറ്റ്. സ്കേലി ആണോ, ബാൾഡ് ആണോ, ഇറിഡൈറ്റ് ആണോ, ക്വയറ്റ് ആണോ? ഏതായിരിക്കും? ബി എന്ന് പറയുന്ന ഓപ്ഷൻ, ബാൾഡ്. ഇത്രയും ചോദ്യങ്ങളാണ്, അതായത് 20 ചോദ്യങ്ങളാണ് നമ്മൾ ഈ മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അതിനകത്ത് 18 മാർക്ക് വാങ്ങിക്കുന്നവർക്ക് ആ വൊക്കാബുലറിയെ കുറിച്ച് പേടിക്കേണ്ട കാര്യമില്ല. അതായത് ആന്റണിംസ് എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പേടിക്കേണ്ട കാര്യമില്ല. അവർക്ക് നല്ല മാർക്ക് കിട്ടും. ബാക്കിയുള്ളവർ നല്ലതുപോലെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, എന്തായാലും ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന വിശ്വാസത്തിൽ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഡേ 3 നമ്മൾ വേറൊരു ടോപ്പിക്കുമായി വരുന്നതായിരിക്കും.